ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ധൻഖർ രാജിവെച്ചത്. എന്നാൽ ഇപ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു. 2022 വൈസ് പ്രസിഡൻ്റാകുമ്പോൾ മോദി സർക്കാരിന് ഏറ്റവും വിശ്വസ്തനായിരുന്നു ജഗ്ദീപ് ധൻഖർ. ഉറച്ച പിന്തുണ അദ്ദേഹം സർക്കാരിന് നൽകി. പശ്ചിമ ബംഗാൾ ഗവർണർ എന്ന നിലയിലും അദ്ദേഹം സർക്കാരിനെ വേണ്ട രീതിയിൽ തന്നെ പിന്താങ്ങി. പലപ്പോഴും ആ പ്രതിച്ഛായ അദ്ദേഹത്തിന് ഗുണം ചെയ്തു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അദ്ദേഹം സ്ഥിരമായി കൊമ്പുകോർത്തു. പല ഘട്ടങ്ങളിലും അദ്ദേഹം വിജയിച്ചു. അങ്ങനെ 3 വർഷത്തിൽ അദ്ദേഹം നേടിയ പല നേട്ടങ്ങൾക്കും അപ്പുറത്താണ് പെട്ടെന്നുള്ള ഒരു രാജി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പലരെയും ആശ്ചര്യപ്പെടുത്തി. കഴിഞ്ഞ 1 വർഷമായി ധൻഖറും സർക്കാരും തമ്മിലുള്ള അകലം ഗണ്യമായി വർദ്ധിച്ചു വരികയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പ്രധാന കാരണം ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമായിരുന്നു. സർക്കാരിൻ്റെ നിലപാട് ആ കാര്യത്തിൽ മനസ്സിലാക്കിയപ്പോൾ അതിനോട് യോജിക്കാൻ ജഗ്ദീപ് ധൻഖർ തയ്യാറായില്ല. മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രിമാർ പലതവണ ധൻഖറെ കണ്ടു, വിഷയത്തിൽ ചർച്ചകൾ നടത്തി. പ്രതിപക്ഷ പിന്തുണയുള്ളൊരു പ്രമേയവുമായി മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ലോക്സഭയിലാണ് ഇതിനൊക്കെ തുടക്കമിടേണ്ടത്, പകരം ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ യാദവിൻ്റെ ഇംപീച്ച്മെൻറ്റ് വിഷയം അവസാനിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. ജുഡീഷ്യൽ ഉത്തരവാദിത്വം തങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയമാണെന്നാണ് BJP പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ക്രെഡിറ്റ് എടുക്കാനുള്ളൊരു അവസരം ജഗ്ദീപ് ധൻഖർ ഒരുക്കിക്കൊടുത്തു എന്നാണ് ആരോപണം. ധൻഖർ രാഷ്ട്രപതിക്ക് തുല്യമായ പദവികൾ ആഗ്രഹിച്ചിരുന്നു എന്നവർ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആഡംബര കാറ്, വിമാനം, സ്റ്റാഫ് നിയമനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. രാജ്യസഭയിൽ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഈ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായത്. അത് ഉച്ചസ്ഥായിയിൽ എത്തി എന്ന് തന്നെ പറയാം. പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ എഴുന്നേറ്റപ്പോൾ ധൻഖർ അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകി. അതേസമയം BJPയുടെ സഭാ നേതാവും മന്ത്രിയുമായ JP നദ്ദയെ കൈകാണിച്ച് അദ്ദേഹത്തിൻ്റെ സമയം വെട്ടിക്കുറച്ചു. മുതിർന്ന മന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു, JP നദ്ദ എന്നിവർ സമ്മേളനത്തിന് മുമ്പുള്ള ആഴ്ചയിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓരോ തവണയും ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെയുള്ള ഈ പ്രമേയത്തിൽ ഭരണകക്ഷി MPമാരെ കൂടി ഉൾപ്പെടുത്തി ഒരു സമവായത്തിലുള്ളൊരു പ്രമേയം അനുവദിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു ആവശ്യത്തോട് വേണ്ട രീതിയിൽ ഉപരാഷ്ട്രപതി പ്രതികരിച്ചില്ല. മാത്രമല്ല, ഉപരാഷ്ട്രപതി വഴങ്ങിയില്ല എന്നതാണ് വ്യക്തം. തിങ്കളാഴ്ച അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളെ കണ്ടു. അവർ ഒപ്പിട്ട പ്രമേയം സ്വീകരിക്കുകയും ചെയ്തു. സഭയിൽ പ്രമേയം വായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. പിന്നീട് അത് ധൻഖറിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. വൈകുന്നേരം രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു അപ്രഖ്യാപിത സന്ദർശനമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ആ രാജി പ്രഖ്യാപനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സർക്കാർ ഇടപെടും എന്ന് ഒരു കരുതൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവസാനത്തെ 30 മിനിറ്റ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസം കണ്ടത് പ്രധാനമന്ത്രി ധൻഖറിൻ്റെ രാജി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഹ്രസ്വമായ ഒരു ട്വീറ്റായിരുന്നു ഇത്, അത്രമാത്രം. അപ്പോൾ ധൻഖർ തുടക്കത്തിൽ പാർട്ടി ആഗ്രഹിച്ച പോലെയൊക്കെയാണ് പ്രവർത്തിച്ചത്. ജുഡീഷ്യറിയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ജനസംഖ്യാ നിയന്ത്രണം, മതപരിവർത്തനം തുടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ഒക്കെ പാർട്ടിക്ക് അനുകൂലമായി തന്നെയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ഒരു നിഷ്പക്ഷ ഭരണഘടനാ വ്യക്തി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സഖ്യകക്ഷിയായി പോകുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു പിന്തുണ അദ്ദേഹം നൽകുകയും ഒക്കെ സർക്കാരിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബറിൽ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങുന്നത്. 2024 ഡിസംബറിലാണ് പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ നിന്നുള്ളവർ പിന്തുണച്ചില്ല എന്നൊരാക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഒരു രാജ്യസഭാ ചെയർമാനെതിരെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ വരുന്നത് എന്നതുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി എന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ഏതായാലും അത് കൂടുതൽ സമയം അവർക്ക് പിന്നീട് അനുവദിക്കാനും അല്ലെങ്കിൽ അവർക്ക് പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നുകൂടി കരുതുന്നവർ ഉണ്ട്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പിന്നീട് ധൻഖർ അവർക്ക് ആ അവിശ്വാസ പ്രമേയത്തിന് ശേഷം പിന്നീട് ധൻഖർ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിച്ചു എന്ന് സർക്കാരിനും തോന്നിത്തുടങ്ങി എന്ന് പറയുന്നവരുണ്ട്.
കർഷകരുടെ വിഷയത്തിൽ അദ്ദേഹം വിയോജിപ്പ് വളരെ വ്യക്തമായി പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു പൊതുപരിപാടിയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനോട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് BJPക്ക് അത്ര രസിച്ചില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ധൻകർ രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, അദ്ദേഹം കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്, കൂടുതൽ അദ്ദേഹത്തിൻ്റെ പദവി കൂടുതൽ ദൃഢമാക്കുന്നതിന്, ഉറപ്പിക്കുന്നതിന്, തൻ്റെ അധികാരം കൂടുതൽ ഉറപ്പിക്കുന്നതിനൊക്കെ ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റുമാരൊക്കെ തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം US വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. JD വാൻസുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോലും തനിക്ക് പ്രോട്ടോകോൾ അനുവാദമുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും BJPയുമായി വല്ലാതെ അകന്നുപോയി ധൻകർ, അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി വല്ലാതെ അകന്നുപോയി ധൻകർ എന്ന് വ്യക്തമാണ്. അപ്പോൾ രാജിയല്ലാതെ മറ്റൊരു മാർഗം അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയരുകയാണ്: ആരാണ് അടുത്ത ഉപരാഷ്ട്രപതി? മനോജ് സിൻഹയുടെ പേര് വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്നു. ജമ്മു കശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണറായ മനോജ് സിൻഹ ഈ ഓഗസ്റ്റിൽ 5 വർഷം പൂർത്തിയാക്കും. സ്വാഭാവികമായും അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്വീകരിക്കും എന്നാണ് കരുതുന്നത്. മനോജ് സിൻഹയുടെ സ്ഥാനാർത്ഥിത്വം അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചലിൽ നിന്നുള്ള ഒരു മുൻ MP-യും കേന്ദ്രമന്ത്രിയും ഒരു പഴയ BJP നേതാവുമൊക്കെയാണ് സിൻഹ. സിൻഹയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നവർ ഉണ്ട്. ഹരിവൻഷ് നാരായൺ സിംഗിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. NDA ക്യാമ്പിൽ ഒരു മുൻനിരക്കാരനാണ് ഹരിവൻഷ്. 2020 മുതൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഹരിവൻഷ് ആണ് താൽക്കാലികമായി രാജ്യസഭ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ 2020 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഹരിവൻഷ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയും RJD നേതാവുമായ മനോജ് ഝായെ പരാജയപ്പെടുത്തിയ കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു സുപ്രധാന പേര് കർപ്പൂരി താക്കൂറിൻ്റെ മകൻ രാംനാഥ് താക്കൂറിൻ്റെതാണ്. കൃഷി സഹമന്ത്രിയും മുൻ ബീഹാർ മുഖ്യമന്ത്രിയും ഭാരതരത്ന കർപ്പൂരി താക്കൂറിൻ്റെ മകനുമായ രാംനാഥ് താക്കൂറും മുൻനിരയിൽ തന്നെയാണ് നിൽക്കുന്നത്. ധൻകർ രാജിവെച്ചതിന് 2 ദിവസത്തിന് ശേഷം BJP അധ്യക്ഷൻ JP നദ്ദ താക്കൂറിനെ കണ്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വളരെ പിന്നോക്കമായ ഒരു സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്നത് തന്നെ ഒരു വലിയ നേട്ടമായി അദ്ദേഹത്തിന് ഉയർത്തിക്കാണിക്കാൻ കഴിയും. കാരണം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നായ് വിഭാഗത്തിൽപ്പെട്ട, നമ്മൾ ബാർബർ എന്ന് പറയുന്ന തരത്തിൽ ഉള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ഠാക്കൂർ. സ്വാഭാവികമായും അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് പരിഗണിക്കുന്നത് അത് BJP സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ളൊരു നീക്കമായി വേണമെങ്കിൽ കാണാം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ബീഹാറിൽ, അത് തന്ത്രപരമായൊരു നീക്കമായി വേണമെങ്കിൽ കാണാം. മറ്റൊരു പേര് നിതീഷ് കുമാറിൻ്റെതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയ അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരും. JDU മേധാവിയും മുഖ്യമന്ത്രിയും ഒക്കെ എന്നൊക്കെയുള്ള സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും ഉണ്ട്. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി JP നദ്ദയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവായ ശശി തരൂരിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം ഈ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പട്ടികയിൽ ഉണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ പക്ഷേ ഏതായാലും ഇവിടെ ഒരു വലിയ BJPയിലെ പ്രധാന കേന്ദ്രങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇത് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി കാൻഡിഡേറ്റായി വരും എന്നതാണ്. അത് മുൻകാലങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരാൾ വരും എന്നതാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ജഗ്ദീപ് ധൻകാർ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ജനതാദളിലും ഒക്കെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. 1989 മുതൽ 1999 വരെ, അതായത് 9ാം ലോക്സഭയിൽ ജനതാദൾ അംഗമായി രാജസ്ഥാനിലെ ജുൻജുൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത്. 1991 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1991 പൊതുതെരഞ്ഞെടുപ്പിൽ അജ്മീർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് രാജസ്ഥാനിലെ കിഷൻഗഡിൽ നിന്നാണ് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1993 മുതൽ 98 വരെ രാജസ്ഥാനിലെ 10ാം നിയമസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1998 ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജുൻജുൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. പക്ഷേ അവിടെ 3ാം സ്ഥാനത്തെത്തി.
2003 അദ്ദേഹം BJP-യിലേക്ക് വരുന്നത്. 2008 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരണ സമിതി അംഗമായിരുന്നു. 2016 അദ്ദേഹം BJP-യുടെ അതുപോലെ അല്ലെങ്കിൽ നിയമകാര്യ വകുപ്പിനെയൊക്കെ നോക്കുന്ന അതിൻ്റെ ഒരു തലവനെന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു. 2019 ജൂലൈ 20-ന്, അതായത് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കുന്നത്. ഏതായാലും ഈ ഒരു അനുഭവം BJP-ക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നത്. പല പാർട്ടികളിൽ നിന്ന് ചാടി വരുന്ന പല നിറത്തിലുള്ള പന്തുകൾ ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ അവരെല്ലാം ഇത്തരം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇരുത്തുന്നത് ശരിയല്ല എന്ന രീതി, അല്ലെങ്കിൽ ശരിയല്ല എന്നൊരു നിലപാട് പാർട്ടിക്കകത്ത് ശക്തമാവുകയാണ്. സ്വാഭാവികമായും അടിയുറച്ച BJP ആശയങ്ങളുമായി വിശ്വസിക്കുന്ന, ആ നിലപാടിനോട് ശക്തമായി യോജിക്കുന്ന, തുടക്കം തൊട്ട് തന്നെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളുകളെ ഇത്തരം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ പട്ടികയിൽ, പൊതുവെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പട്ടികയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പേര് ഇതിൽ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരും എന്നാണ് ഒരു വലിയ വിഭാഗം ആളുകളെങ്കിലും കരുതുന്നത്.